Kalika Education Solutions. പാരാമെഡിക്കൽ കോഴ്സസിൽ വളരെ ഡിമാൻഡഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കോഴ്സാണ് ഡയാലിസിസ് ടെക്നോളജി. എന്താണ് ഡയാലിസിസ് ടെക്നോളജി? ഡയാലിസിസ് ടെക്നോളജിയുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്? ഈ കോഴ്സ് പഠിക്കേണ്ട ഡ്യൂറേഷൻ എത്രയാണ്? കോഴ്സിന്റെ സിലബസ് എന്തൊക്കെയാണ്? ഒരു കോളേജ് ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം? ആവറേജ് സാലറി എങ്ങനെയാണ്? ആവറേജ് ഫീസ് പാക്കേജ് എങ്ങനെയാണ്? ഇതിനൊക്കെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. വിക എഡ്യൂക്കേഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്താണ് ഡയാലിസിസ്? നോർമലി നമ്മൾ കേൾക്കുന്ന ഒരു വേർഡാണ് ഡയാലിസിസ്. കിഡ്നിക്ക് സ്വന്തമായിട്ട് പ്രവർത്തിക്കാൻ കഴിയാണ്ട് മെഷീൻ ഓപ്പറേഷൻസ് ത്രൂ, അതായത് മെഷീൻ ഉപയോഗിച്ച് കിഡ്നിയിലുള്ള ബ്ലഡും എലമെന്റ്സ് കാര്യങ്ങളെല്ലാം ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. ഈ ഒരു കോഴ്സ് പഠിക്കേണ്ട ഡ്യൂറേഷൻ വരുന്നത് ഡിഗ്രി കോഴ്സ് ആണെങ്കിൽ 4 വർഷവും ഇനി ഡിപ്ലോമ കോഴ്സ് ആണെങ്കിൽ 3 വർഷവുമാണ് വരുന്നത്. ഡിഗ്രി കോഴ്സ് 4 വർഷത്തിൽ 3 വർഷം ക്ലാസ്സും പ്ലസ് 1 ഇയർ ഇന്റേൺഷിപ്പുമാണ് വരുന്നത്. ഇനി ഡിപ്ലോമയാണെങ്കിൽ 2.5 വർഷം ക്ലാസ്സും 6 മാസം ഇന്റേൺഷിപ്പുമാണ് വരുന്നത്. ഡയാലിസിസ് ടെക്നോളജി പഠിക്കാനായിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ: BSc പഠിക്കുന്ന കുട്ടി +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കോഴ്സ് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇനി ഡിപ്ലോമയാണെങ്കിൽ കൊമേഴ്സോ കമ്പ്യൂട്ടർ സയൻസ് പോലെയുള്ള ഏതൊരു സ്ട്രീം എടുത്ത കുട്ടിക്കും ഡിപ്ലോമ കോഴ്സിന് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഡിപ്ലോമ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് BSc വേണമെങ്കിൽ ചെയ്യാനായിട്ടും സാധിക്കും. ഇനി നമുക്ക് പാരാമെഡിക്കലിന്റെ ഒരു സ്റ്റഡി മെത്തേഡ്, ഡയാലിസിസ് എന്നല്ല ഏതൊരു കോഴ്സിന്റെ ഒരു സ്റ്റഡി മെത്തേഡ് വരുന്നത് തിയറി പ്ലസ് പ്രാക്ടിക്കൽ എന്നുള്ള ഒരു സ്റ്റഡി മെത്തേഡാണ് വരുന്നത്. BSc എടുക്കുകയാണെങ്കിൽ 50% തിയറി 50% പ്രാക്ടിക്കലുമാണ് നമ്മുടെ എക്സാമിന്റെ ടൈം വരുന്നത്. അതായത് നമ്മൾ പൂർണ്ണമായിട്ട് തിയറിയും പഠിക്കുന്നുണ്ട്, പൂർണ്ണമായിട്ട് പ്രാക്ടിക്കലും പഠിക്കുന്നുണ്ട്. ഇനി ഡിപ്ലോമയാണെങ്കിൽ 80% പ്രാക്ടിക്കൽ സൈഡാണ് നമ്മൾ പഠിക്കുന്നത്, വളരെ കുറച്ച് മാത്രമേ നമ്മൾ തിയറി സൈഡ് പഠിക്കുന്നുള്ളൂ. ഇനി ഈ ഒരു കോഴ്സ് അഡ്മിഷൻ എടുക്കാനായിട്ട് എന്തൊക്കെ പ്രോസസ്സിംഗ് ആണ് ചെയ്യേണ്ടത്? നമ്മൾ കേരളത്തിനകത്താണ് ഡയാലിസിസ് എന്നൊരു കോഴ്സ് നോക്കുന്നുണ്ടെങ്കിൽ കേരളത്തിനകത്ത് LBS ത്രൂ ആണ് അലോട്ട്മെന്റ് നടക്കുന്നത്. ഇനി കേരളത്തിന് പുറത്താണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കാം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 50% മാർക്കുള്ള ഏതൊരു സ്റ്റുഡൻറ്റിനും LBSന് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ഇനി കേരളത്തിന് പുറത്താണെങ്കിൽ 55% എബോവ് ഉള്ള ഏതൊരു സ്റ്റുഡൻറ്റിനും അഡ്മിഷൻ എടുക്കാം. വളരെ ജോലി സാധ്യത ഉള്ള ഒരു കോഴ്സാണ്. ഈ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആരും തന്നെ വെറുതെ നിൽക്കേണ്ടതായിട്ട് വരത്തില്ല. 100% ആയിട്ട് ജോലി സാധ്യത ഉള്ള ഒരു കോഴ്സ് തന്നെയാണ്. ഇനി നമ്മൾ ഒരു കോളേജ് ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളിപ്പോൾ കേരളത്തിനകത്ത് LBS ത്രൂ ആണ് അലോട്ട്മെന്റ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ കേരള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക. ഇല്ല, ഇനി കേരളത്തിന് പുറത്താണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കോളേജ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണോ എന്ന് ചെക്ക് ചെയ്യുക. അതുകൂടാതെ നിങ്ങൾ പഠിക്കുന്ന കോളേജിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. കാരണം പ്രാക്ടിക്കൽ സൈഡ് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ തന്നെ ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് പ്രാക്ടിക്കൽ സൈഡ് കിട്ടത്തുള്ളൂ. ഡയാലിസിസ് ടെക്നോളജിയുടെ ആവറേജ് ഫീസ് നോക്കാം. കേരളത്തിലാണെങ്കിൽ കേരള ഗവൺമെന്റ് എന്താണോ തീരുമാനിച്ചിരിക്കുന്നത് അതായിരിക്കും നിങ്ങളുടെ ഫീസ് വരുന്നത്. ഇനി കേരളത്തിന് പുറത്താണെങ്കിൽ ഓരോ കോളേജുകാരെ ഡിസൈഡ് ചെയ്യും, അതായിരിക്കും ഫീസ് വരുന്നത്. ആവറേജ് ഫീസ് ഒരു 80,000 മുതൽ 1.5 ലക്ഷം രൂപ വരെ ആവറേജ് ഫീസ് മേടിക്കുന്ന കോളേജുകളുണ്ട്. അപ്പൊ എന്താണോ അവർ തീരുമാനിക്കുന്ന ഫീസ് ആ പേയ്മെന്റ് കൊടുത്ത് നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും. BSc ഡയാലിസിസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ മേഖലകളിലാണ് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഗവൺമെന്റും പ്രൈവറ്റുമായിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ഡയാലിസിസ് ക്ലിനിക്സിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി റിസർച്ച് മേഖലകളിലേക്ക് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ലബോറട്ടറീസിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഡയാലിസിസ് ടെക്നോളജി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷനായിട്ട് MSc ഡയാലിസിസ് പഠിക്കാനായിട്ട് സാധിക്കും. അതുകൂടാതെ ഡയാലിസിസ് എടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമില്ല എങ്കിൽ നിങ്ങൾക്ക് MBA പോലെയുള്ള കോഴ്സുകൾ എടുത്ത്
അഡ്മിനിസ്ട്രേഷൻ സെക്ഷനിലോട്ട് വേണമെങ്കിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ടീച്ചിങ് ഫീൽഡിലോട്ട് പോകാനായിട്ട് താല്പര്യമുള്ള കുട്ടികൾക്കും MSc കഴിഞ്ഞാൽ ടീച്ചിങ് ഫീൽഡിലോട്ട് പോകാനായിട്ട് സാധിക്കും. ഇതിന് പുറമെ നിങ്ങൾക്ക് വേണമെങ്കിൽ PhD പോലെയുള്ള കോഴ്സുകൾ എടുത്ത് ഡോക്ടറേറ്റ് ലെവലിലോട്ട് പോകാനായിട്ട് സാധിക്കും. ഹയർ ഓപ്ഷൻസും ഒരുപാട് ചാൻസസ് ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് BSc ഡയാലിസിസ്. ഇനി എല്ലാവരും ചോദിക്കുന്നതാണ്, ഡയാലിസിസിനകത്ത് എന്തൊക്കെ സബ്ജക്ട്സ് ആണ് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്? ഫസ്റ്റ് ഇയർ ടോട്ടൽ 5 സബ്ജക്ട്സ് ആണ് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. ഹ്യൂമൻ അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, പാത്തോളജി, മൈക്രോബയോളജി. ഇത്രയും തിയറി പാർട്സ് ആണ് വരുന്നത്. ഇതിനോടൊപ്പം തന്നെ ഇതിന്റെ പ്രാക്ടിക്കൽ സൈഡ് വരുന്നുണ്ട്. സെക്കൻഡ് ഇയർ തുടങ്ങിയിട്ട് ടോട്ടലായിട്ട് 5 സബ്ജക്റ്റ് ആണ് വരുന്നത്. അപ്ലൈഡ് അനാട്ടമി ആൻഡ് ഫിസിയോളജി, ഫാർമക്കോളജി റിലേറ്റഡ് ടു ഡയാലിസിസ് ടെക്നോളജി, റീനൽ ഡയാലിസിസ് ആൻഡ് ഇറ്റ്സ് മാനേജ്മെന്റ്, അപ്ലൈഡ് പാത്തോളജി ആൻഡ് മൈക്രോബയോളജി, ബേസിക്സ് ഇൻ റീനൽ ഡയാലിസിസ്. ഈ 5 സബ്ജക്റ്റുമാണ് നമുക്ക് സെക്കൻഡ് ഇയർ വരുന്നത്. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ക്ലിനിക്കൽ പ്രാക്ടിക്കൽസും സ്റ്റാർട്ട് ചെയ്യും. ഇനി തേർഡ് ഇയർ വരുമ്പോഴത്തേക്ക് അപ്ലൈഡ് ഡയാലിസിസ് ടെക്നോളജി ഫസ്റ്റ് ആൻഡ് അപ്ലൈഡ് ഡയാലിസിസ് ടെക്നോളജി സെക്കൻഡ്. ഈ 2 പേപ്പറുമാണ് നിങ്ങൾക്ക് തേർഡ് ഇയർ വരുന്നത്. അതിനോടൊപ്പം തന്നെ പ്രാക്ടിക്കൽസും വരുന്നുണ്ട്. ഈ 3 വർഷം നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഫൈനൽ ഇയർ, അതായത് 4th ഇയർ ഇന്റേൺഷിപ്പിലോട്ട്, കമ്പൽസറി ഇന്റേൺഷിപ്പിലോട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലായിരിക്കും നിങ്ങളുടെ കോഴ്സ് സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ജോലിയിലോട്ട് കയറാനായിട്ട് സാധിക്കും. ഇന്ത്യയിലും എബ്രോഡും ഇതിന്റെ ചാൻസസ് എന്തൊക്കെയാണ്? വളരെയധികം ചാൻസസ് ഉള്ള ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ഡയാലിസിസ്. ഇന്ത്യയിലും അതുപോലെ തന്നെ എബ്രോഡും. എബ്രോഡ് പോകാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ 2-3 വർഷം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ നാട്ടിൽ തന്നെ വർക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഏത് കൺട്രിയിലോട്ടാണോ മൈഗ്രേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നോ ആ കൺട്രിയുടെ ലൈസൻസിങ് എക്സാം കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ആ കൺട്രിയിലോട്ട് പോകാനായിട്ട് സാധിക്കും. വളരെ ഈസി ആയിട്ട് തന്നെ ജോലിയും കിട്ടാനായിട്ട് സാധിക്കും. ആവറേജ് സാലറി വരുന്നത് ഇന്ത്യക്കകത്താണെങ്കിൽ ഒരു 30,000 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റാർട്ടിംഗ് സാലറി വരുന്നുണ്ട്. ഓരോ ഹോസ്പിറ്റൽ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും സാലറി വരുന്നത്. ഇനി എബ്രോഡ് പോകുന്ന കുട്ടികളാണെങ്കിൽ 80,000 മുതൽ 1.5-2 ലക്ഷം രൂപ വരെ സ്റ്റാർട്ട് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട്. അത് ഓരോ കൺട്രി ബേസ് ചെയ്തിട്ടായിരിക്കും സാലറി വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡയാലിസിസ് ടെക്നോളജിക്കകത്ത് വരുന്നത്. നിങ്ങൾക്ക് ഒരു കോളേജ് ചൂസ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഈ കോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിലോ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുകയോ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.